ആഹാ ഇനി എത്തിപ്പോയല്ലോ. നമ്മളെ ഇന്ന് പ്രത്യേക രീതിയിലാണ് हेलो सर। हेलो भाई, शूटिंग का क्या हुआ? शूटिंग चल रहे। नेक्स्ट कौन सा सीन है? नेक्स्ट सीन അടുത്ത സീൻ എഴുതിയിട്ടില്ല. കാലുണ്ട് ഞാനിപ്പോ എന്തോ പറയും. നല്ലപോലെ പൊറോട്ട കിട്ടിയ ശേഷം കുറച്ച് ബീഫ് ഇങ്ങോട്ട് എടുത്ത് നെക്സ്റ്റ് സീൻ ബീഫ് खाने वाले एक लड़की. अच्छा, ठीक है. ഷോട്ട് റെഡി. നായിക വിളിച്ചോ. സുന്ദരി ഫ്രം തിരുവനന്തപുരം. നീ അമ്മകടത്തിന് പോയവളെ വിളിച്ചോണ്ടൊന്ന് എന്തോ ഇത്? അയ്യോ സാറേ, നന്നായിട്ടില്ല. മുള്ളപ്പൂ കിട്ടിയില്ല. പ്രൊഡക്ഷൻ കട്ട് ചെയ്തോണ്ട് പ്ലാസ്റ്റിക് പൂ വെച്ചിട്ടാ കിട്ടിയില്ലേ? അന്ന് കേറി ഇറി. സോറി. മലയാളി വെച്ചാ പോരായിരുന്നോ? അവിടെ നിന്നുള്ള ഇറക്കം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഷോട്ട് റെഡി ഇരി. നമ്പർ പൊട്ട സുന്ദരി ഫ്രം തിരുവനന്തപുരം. ഈ ആ സീൻ കഴിഞ്ഞതാ. അടുത്ത സീൻ വരുന്നത് ചൊല്ലുങ്ങളെ ചെല്ലാം ബീഫ് കഴിക്കുന്നത്. കഴിക്കാൻ പറ്റുന്നാണോ പറയുന്നത്? അയ്യോ പറ്റത്തില്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ സീൻ നോക്കാം. മലയാളിയല്ലേ? മലയാളി അല്ലേന്നോ? എറണാകുളത്തെ മെട്രോയുടെ പല പില്ലറുകളും മെട്രോയുടെ പേരിലല്ല അറിയപ്പെടുന്ന എന്റെ പേരിലാ. ബീഫ് എടുത്തോണ്ടോ? അതെ, നിങ്ങളുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോ നിങ്ങക്ക് ബീഫ് ഇഷ്ടമല്ല. അപ്പൊ നമ്മുടെ നായകൻ വന്നിട്ട് നിങ്ങളെ ബലാത്കാരമായിട്ട് കഴിപ്പിക്കും. അതാണ് സീൻ. അവനോട് പറയണ നല്ല പോലെ കഴിപ്പിക്കാനേ. പറയാം നായകനുള്ളി. എടാ നായകൻ പോയടാ. ഞാൻ മതി. ആരാച്ച കേറി നിക്കി. നിന്നെ കൊണ്ട് ഞങ്ങൾ ബീഫ് കഴിപ്പിക്കാൻ അതെ കൊതി പാടില്ല. അയ്യോ ഇച്ചിരി തുപ്പലിറക്കി പോയായിരുന്നു. തിരിച്ചു കയറ്റ്. നിന്നെ കൊണ്ട് തീറ്റിപ്പിക്കാൻ പോവുകയാണ്. അതെ, കൊതി പാടില്ല. അത് വരുന്നതാ, ഞാനും കഴിയാനാ. കൊതി വരായിരുന്നു കഴിഞ്ഞാ ഷൂട്ട് കഴിയുമ്പോ ബീഫിന്റെ കൂടെ പൊറോട്ട മേടിച്ചു തരാം. ഇത് കാണിക്കും. വേണ്ട. നായകൻ ഞാനോ? അല്ല ഡയറക്ടറെ, ഒരു തവണയും കൂടെ എനിക്ക് ഒരു കഷ്ണം ബീഫേ കിട്ടിയുള്ളായിരുന്നു. ഒന്നുകൂടെ ചെയ്യുമോ? എടാ എനിക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് പിടിക്കാനും പറ്റിയിട്ടില്ലായിരുന്നു. കടിയാ അതല്ലേ ചാറ് തന്നെ കൂടുന്നുണ്ടല്ലോ. ചാറ് കൂടിയതല്ല, വായിന്ന് വെള്ളം വീണതാ. ഇല്ലെന്താ താഴത്തെ പണി എന്തോന്ന് ഇപ്പൊ കറക്റ്റ് മനസ്സിലായി. തിന്ന് തിന്നോണ്ടിരിക്കുമ്പോ കൈയിട്ട കൊരക്കത് രണ്ട് സ്ഥാനത്തേ ഞാൻ കണ്ടുള്ളൂ. ഒന്ന് പട്ടി, രണ്ട് നിങ്ങൾ. ഞാൻ ഇറങ്ങട്ടെ. ഇനി എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കണേ. ഞാനുണ്ടെങ്കിൽ മുല്ലപ്പൂ കൊണ്ട് പോ. പോ. 15 പൊറോട്ട 4 ബീഫ് കറിയാ പോകുന്നത്. നമ്മുടെ വീഡിയോ വൈറലായി. ഫുള്ള് ട്രോളാ. എടാ കമന്റ് ഫുള്ള് തെറിവിളിയാ. നോക്ക്, 2 തെറിവിളിന്ന് വായിച്ച്. എടാ പന്നപ്പൂ
മനസ്സിലായോ? മാവച്ചും താവച്ചും ഇല്ല. ഉണ്ട് താഴോട്ടുണ്ട്. പുതിയ ഐറ്റം ഒക്കെ ഉണ്ട്. നനച്ച വണ്ടിക്ക് അടച്ചിട്ടേ. എടാ പൊട്ടാ, ട്രോള് കിട്ടാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ഇട്ട് കൊടുത്ത. എത്ര മില്യൺ വ്യൂസാ? 20 മില്യൺ വ്യൂസ്. നോർമലി ഇട്ടായിരുന്നു കിട്ടുമായിരുന്നോ? ഇത് ഐഡിയ. കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? 350 രൂപ കിടന്ന ബീഫ് ഇപ്പൊ 400 രൂപയായിട്ടുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കഷ്ണം ബീഫ് ഒരു മലയാളികൾക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. നിങ്ങൾ തന്നെ പറ, ഒരു വീഡിയോ കാരണം ഇത്രയൊക്കെ റീച്ച് ആവുമോ ബീഫിന്? വേറെ എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ ഈ അയൽപ്പക്കത്തൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന കുഞ്ഞിപ്പുഴു, ഇതിനെ അങ്ങോട്ട് നമ്മുടെ ചോറിനോട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കാം. കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ബീഫിനൊന്നും കിട്ടൂല. ഈ പാട്ട് കൊള്ളാലോ. പ്രൊഡ്യൂസർ വിളിക്കുന്നു. हेलो हेलो हाजी महाराज, हमारा वीडियो वायरल हो गया. മലയാളത്തിൽ രക്ഷപ്പെട്ട് വൈറലായെന്ന് പറഞ്ഞിരിക്കുക. ഓ സൂപ്പർ, അടിപൊളി. നെക്സ്റ്റ് നാഷണൽ അവാർഡ് കൺഫേം. പക്ഷെ നമുക്ക് ഓൾറെഡി നാഷണൽ അവാർഡ് കിട്ടിയില്ലേ? ഓസ്കാർ ഓസ്കാർ. പക്ഷെ ഒരു കാര്യം ചെയ്യണം, പ്രൊഡ്യൂസർ സാർ ഉണ്ടല്ലോ, കേരളത്തിലോട്ട് വരരുത്. തലക്കോലു അതല്ല, സ്നേഹം കൊണ്ട് ആൾക്കാർ വീർപ്പൂട്ടിക്കും. കുറച്ച് മുല്ലപ്പൂ അയച്ചു തരണേ. മുല്ലപ്പൂടെ കിട്ടാനില്ല. നമ്മളെ നായിക എന്ന് വിളിച്ചേ. അല്ല ഞാൻ വിളിച്ചോളാം. ഹലോ, ഞാനേ അത് റിയൽ കേരള സ്റ്റോറിയുടെ ക്യാമറമാൻ ആണ്. അടുത്ത പാട്ടിലൊന്ന് അഭിനയിക്കാൻ പറ്റുമോ? എന്ത് പറ്റി? അയ്യോ ചേച്ചി പ്ലീസ്. നായികയില്ലെന്ന് കേരളത്തിൽ ആളിനെ കിട്ടാൻ തോന്നില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കൊരു ഓഡിഷൻ കൂടെ ഇട്ടാലോ? ഓഡിഷൻ കൂടെ ഇട്ടിട്ടുണ്ട്. നീ ഒന്ന് വന്നേ, ഇങ്ങോട്ട് വന്നേ. അതുകൊണ്ട് അങ്ങോട്ട് നോക്കിയേ. ആദ്യം പേപ്പർ എടുത്ത് ഞാൻ എന്നെ ഫ്രണ്ട് ബീഫിന്റെ ഷോട്ട് അടിപൊളിയായിട്ട്